ശങ്കരാചാര്യരും മുഹമ്മദ് നബിയും ഏകദേശം ഒരേ കാലത്താണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യം വരുമോ? വേടനിൽ നിന്ന് ആളുകളൊന്നും പ്രതീക്ഷിക്കണില്ല. മക്കത്ത് പോയ ചേരരാജനെക്കുറിച്ച് നമ്മൾ കഥയിൽ കേൾക്കുന്നുണ്ട്. ഈ മഴുവെറിഞ്ഞ പരശുരാമൻ അത് ഉണ്ടായിട്ടുള്ളതാണോ അതോ ഭൂമി ചിലരുടെ മാത്രം കുത്തുകയാക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു കഥയാണോ എന്ന് നമുക്കറിയില്ല. ബഷീർ എന്ന് പറഞ്ഞാൽ അസാധാരണ വ്യക്തിത്വം കൊണ്ടുകൂടിയാണ്. എഴുത്തുകാരൻ മാത്രമല്ല ബഷീർ. പ്രേം നസീർ നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെൽഫ് പ്രൊമോഷനൊക്കെ കുറച്ചൊക്കെ വേണ്ടേ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട്? ഇപ്പോൾ അതിൻ്റെ ഒരു കാലമാണല്ലോ. ഇപ്പോൾ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എന്ത് പിന്നെ എഴുതുന്ന ചെറിയ ആളുകൾ അവിടെ പോയിട്ട്, ഞാൻ അവരെ ഗ്രേഡ് ചെയ്ത് പറയല്ല, ആമസോണിലൊരു സുന്ദരി മൂത്രം ഒഴുക്കുന്നു, ആ വെള്ളം മഴയ ഒഴുകുന്നു, അത് കടലിൽ ചേരുന്നു, അത് പിന്നെ ഇതായിട്ട് ആകാശത്തിൽ എത്തുന്നു മേഘമായിട്ട്, എന്നിട്ട് ഗംഗയിൽ പോയിരുന്നു. അതാണല്ലോ സുഖം. അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു സർക്കിളാണല്ലോ പറയുന്നത്. ഈ 100,000 പിന്നെ അതിലൊരു മഹാബലി എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഫിക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഐതിഹ്യം എന്നൊക്കെ പറയാം. ഒരു ക്യാരക്ടറായിട്ട് അതിൽ വരുന്നുണ്ട്. വാവര് ക്യാരക്ടറായി വരുന്നുണ്ട്, അയ്യപ്പൻ ക്യാരക്ടറായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ചേരമാൻ പെരുമാൾ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ആളുകളെയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഫിക്ഷൻ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഐതിഹ്യങ്ങളായി നിൽക്കുന്ന ആളുകളെയും സമന്വയിപ്പിച്ചിട്ടാണല്ലോ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ അതുമാത്രം പിന്നെ ഇപ്പോൾ പള്ളിവയ്പ്പിലെ കൊതിക്കല്ലുകളിലും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട എഴുത്താണുള്ളത്. ചരിത്രത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് സമദ് ഖാൻ്റെ എഴുത്തിലൊക്കെ ഉണ്ടാകുന്നത്. സമദ് ഖാനെ വായിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ദ അതർ ഐ എന്നാണ്, മറ്റൊരു കണ്ണ്, ആരും ഇല്ലാത്ത വേറൊരു ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ, ഒരു രീതി ഉണ്ടാക്കിയെടുത്തത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് സർക്കിൾ ഓഫ് സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരൻ്റെ പുസ്തകത്തിലാണ് ഇങ്ങനെ ഫിക്ഷനൈസ് ചെയ്തിട്ട് എഴുതിയിട്ടില്ല. അതല്ലാതെ മലയാളത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ആഖ്യാന രീതി, അവതരണ രീതി ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ പിന്നെ മനഃപൂർവ്വം ഡെവലപ്പ് ചെയ്ത് എടുത്തതാണോ അതോ അത് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വന്നതാണോ? ഒരു കാര്യമുള്ളത്, ഇന്ത്യയിൽ ചരിത്രം ഇല്ല. നമ്മൾ വേണ്ടത്ര പ്രാധാന്യം ചരിത്രത്തിന് കൊടുത്തിട്ടില്ല. നമ്മൾ ചരിത്രത്തിന് തന്നെ വളച്ചൊടിച്ച് കഥയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് അതിശയോക്തി കലർത്തി നമ്മളെല്ലാത്തിനെയും കഥയാക്കി മാറ്റും. അത് നമ്മളുടെ ഒരു രീതിയാണ്. രാമായണമായാലും ഭാരതമായാലും ഒക്കെ ഒരു പരിധിവരെയും ചെറിയൊരു ചരിത്രത്തിൻ്റെ അണുവിനെടുത്ത് അങ്ങോട്ട് കഥയാക്കുകയാണ് ചെയ്യണത്. നമുക്കത് നിഷേധിക്കാനും പറ്റില്ല, വിശ്വസിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആക്കും. കേരളത്തിലും കുറേയൊക്കെ അത് തന്നെയാണ് അവസ്ഥ. ഈ ഒരു കാര്യം, നമ്മുടെ ശങ്കരാചാര്യരും മുഹമ്മദ് നബിയും ഏകദേശം ഒരേ കാലത്താണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യം വരുമോ? എന്തോ പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന ഏതോ ഒരു ആളാണ് ശങ്കരാചാര്യർ എന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. പക്ഷേ ഇവർ കണ്ടംപററീസാണ് ഏകദേശം. അവരുടെ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള ചിന്തകൾ തമ്മിലും ബന്ധമുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ശങ്കരാചാര്യർ ശരിക്കും ഇപ്പോഴും കഥ പോലെ നിലനിൽക്കുന്നതിന് പോലെ മുഹമ്മദിനെ പോലെ ചരിത്രമായില്ല. മുഹമ്മദിൻ്റെ സകല പ്രവൃത്തികളും ഗുണവും ദോഷവും നമുക്ക് രേഖയിലുണ്ട്, ഇല്ലേ? ഞാൻ മുഹമ്മദ് നബിയെക്കുറിച്ചാണ് പറയുന്നത്. അതേസമയത്ത് ശങ്കരാചാര്യരെക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് എങ്ങനെയോ നിന്ന് കിട്ടിയ കുറേ രചനകൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ എല്ലാത്തിനെയും കഥയാക്കി മാറ്റലാണ് എന്തോ. അത് നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ ചിലർക്ക് മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ സൂചിപ്പിച്ച പോലെ 100,000 എത്രമാത്രം മറച്ചു വെക്കൽ ചിലരുടെ ആവശ്യമാണോ? അങ്ങനെ ഉണ്ടായോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആവശ്യമാണെങ്കിൽ അതുപോലെ തന്നെ ആണ് നമ്മളുടെ ചരിത്രങ്ങൾ അതുപോലെ ഇവിടെ നിലനിൽക്കലും അറിയപ്പെടലും ചിലർക്ക് തീരെ പിടിക്കില്ല. അതുകൊണ്ട് അവരതൊക്കെ കഥയാക്കുകയാണ്. അപ്പോൾ കഥയും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മക്കത്ത് പോയ ചേരരാജനെക്കുറിച്ച് നമ്മൾ കഥയിൽ കേൾക്കുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഖബറ് മിഡിൽ ഈസ്റ്റിൽ സലാലയിൽ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കഥയാണോ യാഥാർത്ഥ്യമാണോ നമുക്കറിയില്ല. ഇവിടുത്തെ ഒരു ചരിത്രകാരനും വ്യക്തമായിട്ടത് പറയണില്ല. അതുപോലെ തന്നെ മഹാബലിനെ കുറിച്ചറിയാം. എന്തുകൊണ്ട് മഹാബലി ഉള്ളതായിക്കൂടാ? ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തിനെ കഥ ഇത് കാൽപ്പനികം ആക്കി കഥയായിട്ട് കൂട്ടിക്കുഴച്ചതാണോ, അതിന് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നോ നമുക്കറിയില്ല. ഈ മഴുവെറിഞ്ഞ പരശുരാമൻ അത് ഉണ്ടായിട്ടുള്ളതാണോ, അതോ ഭൂമി ചിലരുടെ മാത്രം കുത്തികയാക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു കഥയാണോ എന്ന് നമുക്കറിയില്ല. ഇതിലേക്കുള്ളൊരു അന്വേഷണം തീർച്ചയായിട്ടും വേണമെന്ന് ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നു. ഒരു പക്ഷേ കേസരി ഇതൊക്കെ ചെയ്താനേ, പക്ഷെ ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഈ ഞാൻ ചോദിച്ചത്, ഇത് ഇങ്ങനെ ഒരു രീതി, ഒരു ആഖ്യാന രീതി ഉണ്ടാവാനുള്ളൊരു കാരണം, പിന്നെ ഇപ്പോഴും ഞാൻ ചോദിച്ചത് അതാണ്, അത്തരം ചിന്തകളിൽ നിന്നാണോ അങ്ങനെ വരുന്നത്, അതോ എഴുത്തിന് വേണ്ടി സ്വയം വികസിപ്പിച്ചതാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. സ്വയം വികസിപ്പിച്ചതല്ല. നോവൽ കഥ എഴുതാന്നുള്ളത് ഞാൻ മോഹിച്ചിരുന്ന, എനിക്ക് പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാരണമല്ല. ആകസ്മികമായിട്ടാണ് നോവൽ എഴുത്തിലേക്ക് ഞാൻ വന്നു വീണത്. ഞാൻ കവിതയുടെ പുറകെ നടന്നിരുന്ന ആളാണ്, പരാജയപ്പെട്ട ആളാണ്. എനിക്ക് കവിത എഴുതാൻ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യം വന്നിരുന്നു. കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, കവിത ഒന്നും അല്ല, അങ്ങനത്തെ കാര്യപ്പെട്ടതിലൊന്നും കവിത പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പരാജയപ്പെട്ട കവിയാണ്, സംശയമൊന്നുമില്ല. പെട്ടെന്നാണ് നോവലിലേക്ക് വന്നത്. നോവൽ പെട്ടെന്നാണ് ഞാൻ തിരിച്ചറിയണത്, എനിക്ക് പറ്റുമെന്ന് തിരിച്ചറിയണത് പെട്ടെന്നാണ്, ആകസ്മികമായിട്ടാണ്. അപ്പോൾ അതുവരെയുള്ള എൻ്റെ ചിന്ത, എൻ്റെ രീതികൾ, എൻ്റെ സമീപനങ്ങൾ നോവലിൽ വന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ നോവൽ എഴുതാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയതല്ല. ഞാൻ ചരിത്രത്തിന് എല്ലാ കാലം നിസ്സംഗനായിട്ട് വാച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഇവർ പറയണതല്ല, ടെക്സ്റ്റ് ബുക്കിൽ പറയണതല്ല ചരിത്രം എന്നുള്ള ബോധ്യം എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനൊരു ഇതൊരു മാർഗമാണെന്ന് പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതെൻ്റെ കുടുംബ കാര്യങ്ങൾ എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കുടുംബ കാര്യങ്ങൾ, എൻ്റെ ആദ്യത്തെ നോവൽ കുടുംബ നോവലാണ്, പെൺവഴികൾ. അതെഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം, എനിക്ക് പറയാനുള്ളത്, ചരിത്രം പറയണമെങ്കിൽ അത്രയധികം അറിവ് വേണം, ഗവേഷണം ചെയ്യണം. അതിനുള്ള കഴിവ് ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല. പക്ഷേ എനിക്കത് കഥയാക്കാലോ എന്ന് തിരിച്ചറിഞ്ഞത് പെൺവഴികളിലൂടെയാണ്. സൂചനകൾ കൊടുക്കാമല്ലോ അല്ലേ സമൂഹത്തിന്? ആ സൂചന കൊടുക്കാം, ഇനി ഗവേഷണം ചെയ്യാമല്ലോ. വാസ്തവത്തിൽ ഈ പള്ളിവയ്പ്പിലെ കൊതിക്കല്ലുകളിൽ ഗവേഷണം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അഹങ്കാരമായിട്ട് എടുക്കരുത്, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് പ്രൂവണല്ല, കൊട്ടേഷൻസ് അല്ലെങ്കിൽ റെഫറൻസോ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ശരിക്കുള്ളൊരു ഗവേഷണ വിദ്യാർത്ഥിക്ക് അതിലെ പല ചാപ്റ്ററുകളിലും പല കാര്യങ്ങളും ഗവേഷണം നടത്താൻ വിഷയം കിട്ടും. ഈ ഹിസ്റ്റോറിക് ഫിക്ഷൻ എഴുതുന്ന സമയത്ത് ഹിസ്റ്ററിനെ കുറിച്ചിട്ട് ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങളും അല്ലെങ്കിൽ കുറച്ച് ഡീപ്പ് ആ വിഷയങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ അന്വേഷിക്കാറുണ്ടോ, അതോ പിന്നെ ഫിക്ഷനൈസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാണ്? എങ്ങനെയാണ് പതിവുള്ളത്? ആവശ്യം വരുമല്ലോ. കാരണം ഒന്നിലും ഒരു വിദഗ്ധനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും. കൂട്ടിച്ചേർക്കലുകൾ, ചില കണക്ഷൻസ്, ദിശാസന്ധികൾ വേണ്ട വിധത്തിൽ ഇണക്കി ചേർക്കണമെങ്കിൽ അപ്പോൾ നോക്കേണ്ടി വരും. അതിപ്പോൾ വളരെ എളുപ്പമാണല്ലോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ള അറിവ്, നിങ്ങൾക്ക് അറിവുണ്ടാവണമെന്നില്ല, അറിവിനെക്കുറിച്ചുള്ള വ്യക്ത ധാരണ ഉണ്ടായാൽ മതി, നമുക്ക് അന്വേഷിച്ചെത്താം. ഒരു 10 കൊല്ലം മുമ്പത്തെ ഒരു സാഹിത്യകാരൻ്റെ അവസ്ഥയല്ല ഇന്നുള്ളത്. ഇന്നൊരു മറവിക്കാരന് എഴുത്തുകാരനാവാം, പക്ഷെ 10 കൊല്ലം മുമ്പ് അത് പറ്റില്ലായിരുന്നു. ഇത് മുഴുവൻ തലയിൽ കൊണ്ടു നടക്കണമായിരുന്നു. ഇപ്പം അതില്ല. ആശയം മാത്രം ഉണ്ടായാൽ മതി, സമീപനം ഉണ്ടായാൽ മതി, ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി, ബാക്കിയുള്ളതൊക്കെ അപ്പം കിട്ടും. അല്ല, അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ പല ആളുകളും നല്ല ചിന്തകളും ആശയങ്ങളും ഉണ്ടായിട്ട് കയ്യിൽ ഭാഷ ഇല്ലാത്തത് കാരണം അങ്ങനെ പരിചയപ്പെടാതെ പോയ കുറേ മനുഷ്യരില്ലേ? അല്ലെങ്കിൽ ഒരു ഭാഷയെ മ്ലേച്ഛമെന്ന് കരുതിയിട്ട് ഒരു മൂലക്ക് തട്ടിയ ഒരു ഇത് മലയാളത്തിനല്ല ലോകത്ത് എവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നേരിട്ട് പറയപ്പോൾ വേടന് അവാർഡ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചർച്ച വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വേടനിൽ തുടങ്ങാം. വേടനിൽ നിന്ന് ആളുകളൊന്നും പ്രതീക്ഷിക്കണില്ല. വേടനെപ്പോലത്തെ നിറവും വേടനെപ്പോലത്തെ സ്വഭാവവും വേടനെപ്പോലത്തെ പാരമ്പര്യമുള്ള ഒരാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണില്ല. അപ്പോൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും വേടനെപ്പോലത്തെ ഒരാൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് മുസ്ലിമും.
ഇവരൊന്നും പ്രതീക്ഷിക്കണില്ല. അങ്ങനെ എങ്ങനെയോ ഒക്കെ ഏറ്റവും മോശം ഒരാളുകളായിട്ട് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ചും, അത് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇസ്ലാം മത നേതൃത്വം ചെയ്തത് അത് തന്നെയാണ്. അതുകൊണ്ട് മറ്റേത് വേടൻ്റെ കാര്യത്തിൽ അവർ നിവൃത്തിയില്ല, അവർ നിസ്സഹായരാണ്. സമൂഹം മുഴുവൻ അവരെ തൊടാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു അധകൃതരാക്കി വെച്ചു. ഇവിടെ ഇസ്ലാമിക മതനേതൃത്വമാണ് ഇസ്ലാമിങ്ങളെ പഠിക്കാൻ വിടാതെ, പുറത്തു വിടാതെ, നൃത്തം ചെയ്യാൻ സമ്മതിക്കാതെ, പാട്ട് പാടാൻ സമ്മതിക്കാതെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിച്ചത്. അപ്പോൾ വേടനിൽ നിന്നും മുസ്ലിമിൽ നിന്നും ഒരാളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരിയിൽ നിന്നും ത്രിവേദിയിൽ നിന്നും ചതുർവേദിയിൽ നിന്നും വരുന്ന പോലെയല്ല. വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ബുദ്ധിമുട്ട്. ചതുർവേദി എന്നൊട്ട പേരുണ്ടെങ്കിൽ തന്നെ വായിക്കപ്പെടും, പക്ഷെ സമത് വായിക്കപ്പെടില്ല. അങ്ങനെ അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മാത്രം പ്രതിഭ വേണം. അല്ല, അപ്പോൾ അതിനിപ്പോൾ ഈ വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ നന്നായി മലയാളി വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതും നമുക്കില്ലേ? ബഷീർ എന്ന് പറഞ്ഞാൽ അസാധാരണ വ്യക്തിത്വം കൊണ്ടുകൂടിയാണ്. എഴുത്തുകാരൻ മാത്രമല്ല ബഷീർ. ചില ആളുകളുണ്ടല്ലോ, ഇപ്പോൾ പ്രേം നസീർ നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ പ്രേം നസീർ മലയാള സിനിമയുടെ നട്ടെല്ലായിട്ട് ഇപ്പോഴും ഉണ്ട്. ഒരു സംസ്കാരം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ആളാണ് പ്രേം നസീർ. അതുപോലെ പറയുമ്പോൾ അതിനേക്കാളുള്ള അർത്ഥമുണ്ട് ബഷീറിന്. കാരണം ബഷീർ ഒരു മഹാനായ എഴുത്തുകാരനും മഹാനായ മനുഷ്യനുമായിരുന്നു. അപ്പോൾ ബഷീറിനെ പോലത്തെ ഒരാൾ ചെയ്തതെന്ന് കരുതി സമദനെ പോലത്തെ ഒരാൾക്ക് പറ്റില്ലത്. ഈ പിന്നെ ഇപ്പോൾ തൃശ്ശൂരാണല്ലോ, ഇപ്പോൾ നമ്മളിവിടെ പൂങ്കുന്നത്താണ്. കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് എഴുത്തിലേക്ക് കുട്ടിക്കാലം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അങ്ങനെ കുട്ടിക്കാലം എൻ്റെ മാമ, 3 മാമമാരാണ്, അങ്കിൾ. അതിൽ ഒരാൾ അധ്യാപകനായിരുന്നു, നല്ല വായനക്കാരനായിരുന്നു, സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, മാതൃഭൂമി പത്രവും ആഴ്ചപ്പതിപ്പും ഞാൻ കണ്ണു തുറക്കുമ്പോൾ മുതലേ അവിടെയുണ്ട്. അവിടുത്തെ ഷെൽഫിൽ ധാരാളം പുസ്തകങ്ങളുമുണ്ട്. അത് സ്വാഭാവികമായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മാമ സ്വാധീനിക്കുകയല്ല ചെയ്തേക്കുന്നത്, മാമയുടെ സ്വഭാവം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആരും എൻകറേജ് ചെയ്തിട്ടില്ല. പിന്നെ ചെറുപ്പത്തിലെ കുഴപ്പം കൊണ്ടാണ് ഞാൻ വളരാൻ വൈകിയതെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈയിടെ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ആങ്സൈറ്റി, എന്തോ സുഖേട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ആങ്സൈറ്റി എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട് ആളുകൾ. ഒരു വലിയ കുടുംബത്തിൽ ആളുകൾ മുഴുവൻ എന്നെ ഫോക്കസ് ചെയ്ത് ആക്രമിക്കണ പോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനാണെങ്കിൽ കീഴടങ്ങാൻ കാത്തിരിക്കുന്ന ആളും. അപ്പോൾ ഇതിനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടായിരുന്നില്ല. ആത്മവിശ്വാസം വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് വൈകിപ്പോയത്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാമയുടെ സ്വാധീനം, മാമയുടെ സ്വഭാവത്തിൻ്റെ സ്വാധീനം എനിക്ക് സാഹിത്യത്തിനോടും എഴുത്തിനോടും വലിയ ആഭിമുഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കുടുംബാന്തരീക്ഷം എന്നെ പുറത്ത് പറയാനുള്ള, സംസാരിക്കാനുള്ള എൻ്റെ ശേഷീനെ വല്ലാതെ നിയന്ത്രിച്ചിട്ടുണ്ട്. പരിഹസിക്കപ്പെടുമെന്നുള്ളൊരു ഭീതി എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പണ്ട് മുതലേ എഴുതുമായിരുന്നു. പണ്ട് മുതലേ എൻ്റെ എഴുത്തുകൾ കണ്ടുപിടിച്ച് കുടുംബ സർക്കിളിൽ പരിഹസിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഇതേറ്റവും മറച്ചു വെക്കേണ്ട ഒരു സ്വഭാവമാണ് എൻ്റെ എഴുത്ത് എന്ന് ആദ്യം മുതലേ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഴുത്ത് വൈകിപ്പോയത്. 60 കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ നോവൽ എഴുതുന്നത്. 60 വയസ്സിന് ശേഷം പെൺവഴികൾ. ഈ മറ്റേ കഥകൾ മറ്റേ മാധ്യമത്തിലും ഇതിലൊക്കെ വന്നിട്ട് മാതൃഭൂമിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാതൃഭൂമിയിൽ ഇല്ല, മാതൃഭൂമിയിൽ ലേഖനം മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്നത് ഏത് കാലത്താണ്? അതെൻ്റെ ഒരു സുഹൃത്ത് എടുത്ത് അയച്ചു കൊടുത്താണ്. സുഹൃത്ത്, നിങ്ങൾക്കറിയാവുന്ന സുഹൃത്ത് എടുത്ത് മാധ്യമത്തിന് അയച്ചു കൊടുത്തു, അവർ പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് പാറക്കടവ് വിറ്റ് ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ പോയി കണ്ടിട്ടാണ് പാറക്കടവ് വിറ്റ് അടുപ്പമാണത് തന്നെ. കാശും തന്നതിന് 1500 രൂപ തന്നൊരു ചെറിയ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം നന്നായി വായിക്കുന്ന ആളുകൾ, നന്നായി വായന പരിചയമുള്ള അല്ലെങ്കിൽ നന്നായി വായിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾ സജസ്റ്റ് നല്ലത് എന്ന് പറയുന്ന എഴുത്തുകളാണ്. അപ്പം അങ്ങനെ ഒരു സെൽഫ് പ്രൊമോഷനൊക്കെ കുറച്ചൊക്കെ വേണ്ടേ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട്? ഇപ്പോൾ അതിൻ്റെ ഒരു കാലമാണല്ലോ. ഇപ്പോൾ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എന്ത് പിന്നെ എഴുതുന്ന ചെറിയ ആളുകൾ അവിടെ പോയിട്ട്, ഞാൻ അവരെ ഗ്രേഡ് ചെയ്ത് പറയല്ല. അപ്പം സെൽഫ് പ്രൊമോഷൻ്റെ ഒരു കുറവുണ്ടായിട്ടുണ്ടോ? അതെനിക്ക് കഴിയില്ല. പിന്നെ
പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പറ്റാത്തതുകൊണ്ടാണ് പ്രധാനമായിട്ടും. പിന്നെ എൻ്റെ ഒരു വിശ്വാസമുണ്ട്, അറിയിക്കണമെങ്കിൽ അത് അടിയുറച്ച വിശ്വാസമോ, അറിയിക്കണം എങ്ങനെയെങ്കിലൊക്കെ വരും എന്നുള്ളൊരു തോന്നൽ ഉണ്ട് എനിക്ക്. വലിയ എപ്പിക്സൊന്നും അവർ പ്രചരിപ്പിച്ചിട്ടല്ലല്ലോ നിലനിന്നത്. ഒന്ന് ഖുറായിരത്തിലും അതുപോലെ പള്ളിവെപ്പിലെ കൊതിക്കല്ലുകളും കടലും വളരെ ഒരു കഥാപാത്രമാണ്. കടൽ കടന്നു വരുന്നവരും കടൽ യാത്രകൾ നടത്തുന്നവരും ഒരു ഭാഷയെക്കുറിച്ച് പറയുമ്പോഴും ഒരു വിദഗ്ധനായ നാവികനെ പോലെ, കപ്പലോടിക്കുന്ന നാവികനെ പോലെ എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ള ഒരു മെറ്റഫോറൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കൊടുങ്ങല്ലൂക്കാരനായതുകൊണ്ടാണോ ഈ കടലിനോട് ഇത്ര അടുപ്പം തോന്നുന്നത്? പക്ഷേ ഞാൻ വളരെ വലുതായതിന് ശേഷമാണ് ആദ്യമായിട്ട് കടൽ കാണുന്നത്. കൊടുങ്ങല്ലൂർക്കാരെന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ എന്ന് 4 കിലോമീറ്ററോ മറ്റോ അകലെയാണ് കടൽ. പക്ഷേ അത് അങ്ങനത്തെ കടൽ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ. പക്ഷെ കണ്ട മുതൽ കടൽ എനിക്ക് എപ്പോഴും ഒരു വലിയ പ്രചോദനമാണ്. ഒരു അടങ്ങാത്ത ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ട് എപ്പോഴും എനിക്ക് അനുഭവപ്പെടും. എല്ലാ പ്രശ്നങ്ങളും കടലിൻ്റെ അടുത്ത് എനിക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ കടൽ പിന്നെ എങ്ങനെയാണ് കടൽ അങ്ങനെയൊക്കെ അതിനുശേഷം വളരെ വൈകിട്ട്, അതായത് ഒരു യുവാവായതിനു ശേഷം മാത്രമേ ഞാൻ കടൽ കാണുന്നുള്ളൂ. അതിനുശേഷമുള്ള കടലിൻ്റെ സ്വാധീനം ഉണ്ടാവും. പക്ഷേ വെള്ളം എന്നുള്ളൊരു സംഭവമാണ് അതിൽ. കടലിനേക്കാൾ വെള്ളമാണ്. വെള്ളം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കയറാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ഞാൻ. സ്വയം ഒരു ആംഫിബിയനാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സ്വാധീനം, അപ്പോൾ വെള്ളത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഇങ്ങനെ തലപൊക്കി വരും. അങ്ങനെയാണ് അതിൽ ആ ഫിലോസഫി തന്നെ. എൻ്റെ അധ്യാപികമായിട്ടുള്ളൊരു ജ്യേഷ്ഠൻ്റെ മകൾ എന്നോട് ചോദിച്ചു, ഇത് അറിഞ്ഞുകൊണ്ട് വെച്ചതാണോ അതിലെ ഫിലോസഫി എന്ന്. അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാത്തിലും ഉള്ളതാണല്ലോ. ചോര എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ വെള്ളമല്ലേ. അത് ഈ മാവിൻ്റെ ശിഖരത്തിലൂടെ ഒഴുകുന്നതും വെള്ളം, പുഴുവിൻ്റെ സിരകളിലൂടെ ഒഴുകുന്നതും വെള്ളം, ഓടയിലൊഴുകുന്നതും വെള്ളം, പുഴയിലൊഴുകുന്നതും കടലിലൊഴുകുന്നതും വെള്ളം. ഇതാണെങ്കിലോ ഇവിടുത്തെ മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ കേരളത്തിന് മാത്രമായിട്ടൊരു വെള്ളമില്ലല്ലോ. ഇത് തന്നെ വെനസ്വേലയിൽ ഒഴുകിക്കൂടാതെ എന്താ ഈ ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള, അത് വേറെ എവിടെ നിന്നും കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അത് വെള്ളത്തിനെക്കുറിച്ചുള്ളൊരു ആരാധനയോടുകൂടി എപ്പോഴും ഞാൻ ചിന്തിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരും. അത് പലപ്പോഴും ആവർത്തിക്കുന്ന പോലെ ഒരു പ്രശ്നമായിട്ട് പള്ളിവയ്പ്പിലെ കൊതുക്കല്ലുകൾ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു എന്നോട്. കാരണം പല സ്ഥലത്തും അത് പൊന്തി വരിക. പക്ഷേ അത് ഒന്നിച്ച് പറയാതെ പല സ്ഥലത്താക്കാൻ ഞാൻ ശ്രമിച്ചതാണ്, വളരെ ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ടും അത് എന്തോ അതിൽ ഉൾപ്പെടുത്താത്തൊരു, ഞാനത് വായിച്ചിട്ടുണ്ട്, ഉൾപ്പെടുത്താത്ത അതിൽ ഒരു മഞ്ഞുമാലാഖയുടെ അല്ലേ ഒരു കഥ എന്ന് പറഞ്ഞു. ഈ വെള്ളത്തിന് ആമസോണിൽ ഒരു സുന്ദരി മൂത്രം ഒഴിക്കുന്നു, ആ വെള്ളം മഴയ ഒഴുകുന്നു, അത് കടലിൽ ചേരുന്നു, അത് ഇതായിട്ട് ആകാശത്തിൽ എത്തുന്നു മേഘമായിട്ട്, എന്നിട്ട് ഗംഗയിൽ പോയിരുന്നു. അതാണല്ലോ സുഖം. അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു സർക്കിളാണല്ലോ പറയുന്നത്.